അല്ല വൈകിട്ട് മൊത്തം പ്രാർത്ഥനയായിരുന്നു. വെളുപ്പിന് 5 മണി വരെ പ്രാർത്ഥനയായിരുന്നു. ഞാനൊരു 11 മണിയൊക്കെയാണെന്ന് തോന്നുന്നു. അന്ന് മറ്റേ പുതപ്പൊക്കെ എടുത്ത് പുതപ്പിച്ച് കിടത്തിയാണ്. ഇതെല്ലായിരുന്നു വെളുപ്പിന് 5 മണി വരെ പ്രാർത്ഥനയും ഭയങ്കര ഇരുട്ടത്ത് കുത്തിയിരുന്നൊരു പ്രാർത്ഥനയും ഇതെല്ലാം പൊതിഞ്ഞ് കിട്ടി ഇരിക്കുമായിരുന്നു. കണ്ണൊക്കെ എങ്ങനെ കണ്ടെന്നുള്ള മനസ്സിലാകുന്നില്ല. കണ്ടോ, ബെഡ്ഷീറ്റൊക്കെ പൊതിഞ്ഞ് ഉണ്ട് അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. എന്നിട്ട് കിടന്ന് ഇപ്പോൾ കിടന്നമ്മ ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ അവിടെ ബെഡ്ഷീറ്റ് അവിടെ വിരിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കിടന്നുറങ്ങുന്നത്. നല്ല ഉറക്കമാണ്. ഇപ്പോഴത്തെ 2 ദിവസമായിട്ട് എലിക്കുട്ടിയമ്മയുടെ രീതി ഇപ്പം ഇങ്ങനെയാണ്. ഒന്നും അറിയുന്നില്ല. അല്ല ഇപ്പം ഞാനിവിടെ വന്ന് പറയുന്നതൊക്കെ അമ്മ കേൾക്കേണ്ടതാണ്. തണുപ്പിൻ്റെ ആണോ ഈ ഉറക്കക്കുറവെന്ന് അറിയത്തില്ല. കാലാവസ്ഥ മാറിയതിൻ്റെ ആണോ എന്താണോ അതിനിങ്ങനെ ഒരു മാറ്റത്തോട്ട് പോകണമെന്ന് അറിയത്തില്ല. സാധാരണ പ്രാർത്ഥനയില്ലെന്നുണ്ടെന്ന് പറഞ്ഞാലും അമ്മ ഇങ്ങനെ ചുട്ടിക്കൂട്ടും പരിപാടിയൊന്നുമില്ലായിരുന്നു. പ്രാർത്ഥനയിലിട്ട് അവിടെ തന്നെ കിടക്കുമായിരുന്നു. ഇന്നലെ ഭയങ്കര ശക്തമായ ഉച്ചത്തിൽ ഉള്ള പ്രാർത്ഥനയിൽ ചെയ്യായിരുന്നു. ഞാൻ വന്ന് പുതപ്പിക്കുമ്പോഴൊക്കെ ചോദിച്ചത് എന്തിനകത്ത് പുതപ്പിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അത് കഴിഞ്ഞപ്പം വെളുപ്പിനെപ്പം ജോമോളത് ഇപ്പോൾ ഏറ്റു എൻ്റെ ഒച്ച കേട്ടു. ജോമോളേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങോട്ട് മാറി കിടന്നു. അവിടെ ഷീറ്റൊന്നും വിരിച്ചിട്ടില്ലല്ലോ, അതെല്ലാം മാറ്റി വെച്ചിരിക്കുമല്ലേ. അതുകൊണ്ടാണ് അവിടെ കിടക്കാതെ നേരെ ഇവിടെ കയറി കിടക്കുകയാണ് ചെയ്ത്. എന്നോട് കിടന്ന് ഉറങ്ങട്ടെ, ഇപ്പം ഏൽപ്പിക്കുന്നില്ല. ഒട്ടും ഉറങ്ങിയിട്ടില്ല ഇന്നലെ. ഈ ഇരുട്ടത്ത് അങ്ങനെ ചെയ്തെന്നുള്ള മനസ്സിലായത്. ആ ഇവിടെ ബാത്റൂമിൽ ഇച്ചിരി വട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയാണ് കിടക്കണേ. ഇങ്ങോട്ട് ഉറങ്ങിയിട്ടില്ലെന്നേ. ഞാനിപ്പോ 7 മണിക്കാ ഞാൻ ഏറ്റവും ഇനിയിപ്പോൾ അന്ന് വിരിച്ചു കൊടുത്ത് അമ്മനെ അങ്ങോട്ട് കിടത്തിയേക്കാം. കാരണം ഇപ്പോൾ തലേണയും വേണ്ട ഒന്നും വേണ്ട. അമ്മ കയറി കിടന്നുറങ്ങുന്നുണ്ടോ. ഉറക്കം വന്നപ്പോഴത്തേനും കയറി കിടന്നുറങ്ങി. ബെഡ്ഷീറ്റൊക്കെ ചുരുട്ടി അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് കൃത്യമായിട്ട്. അതെങ്ങനെ ചെയ്യുന്നല്ല, കണ്ണ് എങ്ങനെ കണ്ടെന്നുള്ളതാണ് മനസ്സിലാകാത്ത. കാരണം അതുപോലെ ഇരുട്ടായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു. ആ പാടെ ബാത്റൂമിൽ നിന്നൊരു ശകലം വെട്ടം മാത്രം, പിന്നെ പുറത്തുനിന്നുള്ള വെട്ടം ആയിരിക്കും. പിന്നെ മഴയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. വെട്ടം പുറത്തു നിന്ന് വെട്ടത്തിലാണോ കണ്ടെന്ന് അറിയത്തില്ല. നല്ല ഇരുട്ടായിരുന്നു. ഞാൻ ലൈറ്റിൽ ഓഫ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഞാനെല്ലാം വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കിടന്നങ്ങ് ഉറങ്ങുന്നുണ്ട്. ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുമായിരിക്കും. നൈറ്റ് ഇന്ന് ഇവിടെ കിടന്നോ, ഇവിടെ കയറി കിടന്നോ, ഇവിടെ കയറി കിടന്നോ. അവിടെയാണ് കിടക്കണേ. തലേണ വെച്ച് കിടക്കണ്ടേ, ഇവിടെ കിടക്കുക. അമ്മ കിടക്കണ ഇവിടെയല്ലേ. അവിടെ കിടക്കുവാണോ, ഇവിടെ കിടക്കുവാണോ, ഇങ്ങനെ കിടക്കണേ, കുഞ്ഞു കൂടി കിടക്കണേ. അമ്മ ഇവിടെ സ്വതന്ത്രമായിട്ട് കിടക്കാമല്ലോ. ആ ബെഡ് ഭയങ്കര പൊക്കം കൂടില്ല ബെഡിന്, അമ്മയുടെ ബെഡിനേക്കാളും. ഇവിടെ കിടന്നോളാനേ, ഇവിടെ കിടന്നോ. ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഇന്നലെ വൈകിട്ട് മുഴുവൻ പ്രാർത്ഥന ഇല്ലായിരുന്നോ. തോർത്ത് ഇവിടെ കിടന്നോ, അവിടെ പോയി കിടന്നോ, അവിടെ കിടന്നോ. അതാ അമ്മയ്ക്ക് പൊക്കം കുറവല്ലേ, തോർത്തൊക്കെ അവിടെ ഉണ്ട്, അതാ പോയി കിടന്നോ. ഒന്നും മനസ്സിലാകുന്നില്ല, നല്ല ഉറക്കിപ്പിച്ചുണ്ടേ. അപ്പം ഇന്നലെ ഊട്ട് ഉറങ്ങിയില്ലല്ലോ. വെളുപ്പിനെ 5 മണി വരെ അത് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, നല്ല ഉച്ചത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു. അവിടെ പോയി കിടന്നോ, കാല് കുത്തിയില്ല ഈ കട്ടിലായിരുന്നു കഴിഞ്ഞാൽ. പോയി കിടന്നോ, നമ്മുടെ കട്ടിലതല്ലേ, അവിടെ കിടന്നോ. അവിടെയല്ലേ എലിക്കുട്ടിയുടെ കട്ടിലതല്ലേ. എന്നാ അവിടെ കിടന്നോ. നീ അവിടെ കിടന്നോ. തലേണ വേണ്ടേ. തലേണൊന്നും വെക്കുന്നില്ല. ഇത് എവിടെ കിടക്കുമോ കേട്ടോ. അപ്പോൾ ക്ഷീണം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങട്ടെ. ഇവിടെ ആകുമ്പോൾ ഉറക്കം പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നത് ജനലൊക്കെ വന്ന് അതൊക്കെ ജനലൊക്കെ അടച്ചിട്ട് ഇവിടെ ഒന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവിടെ എന്നാ നോക്കി നിൽക്കണേ, അവിടെ എന്നാ നോക്കി നിൽക്കുന്നേ. കന്നുകാലി. ശരിയാണല്ലോ, പശു അവിടെ നിൽപ്പുണ്ട്. അവളെ കൂടെ നോക്കി നിൽക്കുമായിരുന്നല്ലേ. അതാണ്ട് അവിടെ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. കുടിക്കാൻ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടെന്നേ. മരുന്ന് മരുന്നാ അടുത്ത് തരാം. മരുന്ന് കുടിച്ചോ, മരുന്നാ കേട്ടോ. മരുന്നാ കുടിച്ചോ, കളയല്ലേ. എലിക്കുട്ടിയമ്മ നല്ല ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് സൂപ്പർ ഉറക്കമായിരുന്നു. കിടന്ന് ഇന്നലത്തെ പ്രാർത്ഥനയുടെ ബാക്കിയെല്ലാം കൂടെ തീർത്ത് കിടന്നുറങ്ങി. മുഴുവൻ പിടിക്കുക കേട്ടോ. ഇരുന്നത് കുഴപ്പമില്ല. എത്ര നേരം അവിടെ നോക്കി നിൽക്കില്ല. ഞാൻ പശുവിനായിട്ട് നോക്കി നിൽക്കുക. ഞാൻ അങ്ങ് കയറിപ്പോയിട്ട് പിന്നെ അമ്മയുടെ അനക്കൊന്നും കണ്ടില്ല. ഞാൻ ഓർത്ത് അവിടെ പോയിരിക്കുന്നു. പിച്ചം നോക്കിയപ്പോൾ അമ്മ അവിടെ പശുവിനായിട്ട് നോക്കി നിൽക്കുക. രാവിലെ വല്ലതും കഴിച്ചോ. അത് ഉറക്കത്തിൽ നിന്ന് ഇപ്പോൾ ഏറ്റതേ ഉള്ളോ.
രാവിലെ വല്ലതും കഴിച്ചോന്ന്? ആ ഇല്ലേ? ആ അതെങ്ങനെയാ ഉറക്കാലായിരുന്നോ? പിന്നെ എങ്ങനെയാ? ഒന്നും കഴിക്കണ്ടേ രാവിലെ? ഒന്നും കഴിക്കണ്ടേ? രാവിലെ ഒന്നും കഴിക്കണ്ടേ? ഒന്നും കഴിക്കണ്ടേ? അതും കൂടെ കുടിക്കേ. നമ്മളിങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ അതങ്ങ് മറന്നുപോയി നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെക്കും. അതും കൂടെ കുടിക്കേ. നമ്മൾ മൊബൈലിൽ കുത്താൻ കിടക്കണമല്ലേ? ദിബീനോട് അതിനിടയ്ക്ക് ചോദിച്ചു എന്നാ ഇങ്ങനെ കിടക്കണമെന്ന്. ആ അവിടെ ആളില്ലേ ഇനി? ആ പെങ്കൊച്ച. ഏതാ പെങ്കൊച്ച്? ഏതാ പെങ്കൊച്ച്? എവിടുത്തെയാണെന്ന് അറിയത്തില്ലേ? എവിടുത്തെയാണെന്ന് അറിയത്തില്ലേ? ആര് പറഞ്ഞു? ഇന്നലെയൊക്കെ പറഞ്ഞാണല്ലോ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞല്ലേ? ഇവിടെ അടുത്തുള്ളതാണോ അവിടെ വന്ന് കിടക്കണേ? അത് കുടിക്കേ. അതുകൂടെ കുടിക്കേ. ഇല്ല വിഷയം മാറിപ്പോ. ഉണ്ടുണ്ട് വെള്ളമുണ്ട്. അത് മരുന്നാ. മരുന്നാന്നേ. അത് കുടിക്കാൻ അതുകൊണ്ട് ഉണ്ടില്ലേ? ആ അത് മരുന്നാ. വെള്ളമല്ല മരുന്നാ കേട്ടോ. മുഴുവൻ കുടിക്കേ. അപ്പം എലിക്കുട്ടി പിടിക്കായിട്ടും മരുന്ന് മുഴുവൻ കുടിച്ചിട്ടുണ്ട്. ഞാൻ കുറുപ്പന്തറയ്ക്ക് പോവാ. ആ വരുന്നുണ്ടോ? 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 ആ മേടിക്കാനല്ല, നമ്മുടെ ഓഫീസിലൊക്കെ പോകണം. മഴയൊക്കെ അല്ലേ, വെള്ളമൊക്കെ പൊങ്ങി കിടക്കുമല്ലേ, എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ലേ. അതിന് വേണ്ടി ഓഫീസിൽ പോകണം. പിന്നെ ഓരോരുത്തരും എൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയല്ലോ. ആ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ആരാ അത്? അതാരാ? ഇല്ലേ? പിന്നെ അമ്മ എങ്ങനെ അറിയാതിരിക്കുന്നത്? ആദ്യമായിട്ട് വന്നൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് വരുന്നൊന്നുമില്ല. അവന് ഇവിടുത്തെ ഈ വീട്ടിലെയാന്നേ. ആ ഈ വീട്ടിലെ ആളല്ലേ, അവനെ പിന്നെ അറിയാതിരിക്കുന്നേ. എലിക്കുട്ടിക്ക് അറിയാൻ പറ്റുന്ന പറഞ്ഞേ. ആരാ നോക്കിക്കേ. എൻ്റെ അവനോട്ട് നോക്കി. ആരാ അത്? അവനെ അതാണ് പുതിയ കേട്ട് പോകണുണ്ട്. മുളക് പൊടി മേടിക്കാൻ പോയതാണേ. പോയച്ചുതരാം. ഇവിടെ ആരുടെ ഫോൺ വിളിയാ. അവിടെ ഫോൺ വിളിയാ. എൽസമ്മ ചേച്ചി ഫോൺ വിളിക്കുക. ചങ്ങനാശ്ശേരിയിലുള്ള തൃക്കൊടിത്താനത്തുള്ള എൽസമ്മ ചേച്ചിയുടെ ഫോൺ വന്നാ രോമോളൊക്കെ. ഞാൻ കുറുപ്പന്തറയ്ക്ക് പോവാ കേട്ടോ. ഇതെന്നാ അതിനാടി? കുറുക്കുറേ? ഇപ്പോഴത്തെ പിള്ളേരെ തീറ്റ വേണ്ടി കുറുകുറയാണ്. അല്ലെന്നേ ഇപ്പൊ പൊതുവേ ഉള്ള പിള്ളേർ ഈ സാധനങ്ങളെ മേടിച്ചു. പൊട്ടിക്കത്തില്ല. ആ എടുത്തു കൊടു, കൈ കൊടു, കയ്യിലെടുത്ത് കൊടു. എങ്ങനെയുണ്ട്? കളയാതെ കൊടു. ഇത്തിരി കൊടുക്കണ്ട. ഉടുപ്പ അത് മതിയായിരിക്കും. അതൊരു പ്രത്യേക ഗ്യാസില്ലേ ഇതിന്. എലിക്കുട്ടിയമ്മ എന്നെ കുറുകുറ തിന്നുവാണേ. പിള്ളേർ കുറുകുറ തിന്നുന്ന പോലെ പിള്ളേർ എലിക്കുട്ടിയമ്മ കുറുകുറ. ഞാനും ഒരെണ്ണം എടുത്ത് തിന്നു നോക്കട്ടെ കുറുകുറ എന്നാന്നുള്ള സാധനം. ഇതിന് ഗ്യാസ് ഉണ്ട്, അതാണ് നമുക്കൊന്നും പിടിക്കില്ല. വയലോട്ട് പോകും. ഭയങ്കര എരിവാണല്ലോ. പിന്നെ കുറുകുറ തന്നെ. ഞാൻ പോവാ. ഞാൻ പോയിട്ട് വരാം. അവിടെ ഇരിക്കുന്നതിന് സ്തുതി കൊണ്ട് കൊടുക്കും. ആ ഇപ്പോഴാണോ ഓർത്തല്ലേ? ഇവരൊക്കെ എന്നാ ഓർത്തിരിക്കുമായിരുന്നു? സ്തുതി തന്നില്ലല്ലേ? ആ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരും വീഡിയോ എടുക്കാനില്ല. അമ്മ അങ്ങനെ സ്തുതിയെ കേട്ട് വന്നാണ് പ്രാർത്ഥന കഴിഞ്ഞ്. ഇന്ന് കുളിച്ചോ? ഇന്ന് കുളിച്ചായിരുന്നോ? കുളിച്ചില്ലേ? ആണോ? ആ അത് പറ. ആ കിടന്നുള്ളി പോയെങ്കിൽ. ഇന്ന് രാവിലെ ആ ഇവിടെ വന്നിട്ട് ജനലിലൊക്കെ പമ്പി നിന്നിട്ടേ ഞാനൊക്കെ കയറുന്ന അങ്ങോട്ട്. പിന്നെ അനക്കൊന്ന് ഞാൻ ഓർത്ത് എവിടെ പോയിരിക്കുന്നു. ഇവിടുത്തെ പപ്പ ഇതാ. ഈ പിള്ളേരുടെ പപ്പ. ഓർക്കുന്നില്ലല്ലേ?
ഓർമ്മയിലൊന്നും കിട്ടുന്നില്ല പാവം വലിക്കുട്ടിയമ്മയുടെ. ഇന്നങ്ങനെ പറഞ്ഞില്ല, ഇത് കഴിച്ചേച്ച് കിടക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിച്ചേച്ച് കഴിക്കണമെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഞാൻ അങ്ങ് ചോദിക്കും പറയും വേണമെന്നില്ല, വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണതല്ലേ. ഇന്ന് എന്തായാലും കഴിച്ചേച്ചൊക്കെ കിടക്കാന്ന് പറഞ്ഞോണ്ട് എനിക്ക് പോയി എടുത്തോണ്ട് വരാമല്ലോ ധൈര്യമായിട്ട്. അല്ലെ ഞാൻ എത്ര നേരം ഇങ്ങനെ നിക്കണം, എടുക്കട്ടെ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ വേണമെന്നില്ല, വേണ്ട, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയണതല്ലേ. ഇതൊന്നും അമ്മ ഓർക്കണില്ല. ഓ ചെയ്തിട്ടില്ല, എന്നെ ശല്യം ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അതെ അതെ, ആരെ ശല്യം ചെയ്യുന്ന പരിപാടിയൊന്നും ഉപദേശക്കുട്ടി വന്നു. ഉപദേശക്കുട്ടി ആരെ ശല്യം ചെയ്യുന്ന പരിപാടിയൊന്നും നമുക്കില്ല. നമുക്ക് ആരെയും പുറകെ നടക്കണ പരിപാടിയില്ല. പരസ്യമായിട്ട് തോന്നുന്നതെല്ലാം പറഞ്ഞും കൊണ്ട് നടന്ന അത് ശരിയായി. മറ്റുള്ള സ്ഥലമുണ്ട്, സ്ഥാനമുണ്ട്, അതൊക്കെ നമ്മൾ കണ്ട് പ്രാർത്ഥിക്കണം. വിവിനെ കൂട്ടാൻ പോയി തണുപ്പടിച്ചതിൻ്റെയാണോ തുമ്മണേ? വിവിനെ കൂട്ടാൻ പോയേ വണ്ടി ഇരുന്നോളൂ തണുപ്പിലടിച്ചാണോ തുമ്മണെന്ന്? തണുപ്പടിച്ചിട്ടേ ഞാൻ തോന്നുന്നുണ്ട് തുമ്മണമെന്ന്. തുമ്മുന്നത് കഞ്ഞിയല്ലേ, കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിക്കാറായില്ല, അമ്മ കുടിച്ചു. അമ്മ കുടിക്കുന്ന സമയമല്ലേ. നീ കുടിച്ചോ? ഞാൻ കുടിച്ചില്ല, എപ്പോഴാ? അതിന് സമയമുണ്ട്. ഞാൻ കുടിക്കാൻ വരായിരുന്നു. ആ കുടിച്ചാക്കാം സമയമുണ്ട്. അമ്മ കുടിക്കാതെ ബാക്കിൽ പശയുണ്ട്. ഈ പശ എങ്ങനെ കളയും? മണ്ണെണ്ണ ഊത്താൽ മതി. മണ്ണ് ഊത്ത് വെക്കണം, എന്നിട്ട് തുടച്ചെടുത്താൽ മതി. എണ്ണ ഊത്താ മതിയോ? മണ്ണെണ്ണ അത് മണ്ണെണ്ണ ഇവിടെ ഉണ്ടോ? മണ്ണെണ്ണ എവിടെ ഉണ്ടല്ലോ. നമ്മുടെ ഈ ഇതിൻ്റെ മുകളിലേക്ക് ഇരിക്കുന്ന ഈ ഒട്ടിപ്പ സ്റ്റിക്കറിൻ്റെ പശ കളയാനായിട്ട് ഏറ്റവും നല്ല പരിപാടി പറയും ഇത്. അത് പൊളിച്ച് സ്റ്റിക്കർ പൊളിച്ച് കളയുമ്പോൾ അത് പശ ഇരിക്കില്ലേ, അപ്പോൾ അതിലിട്ട് ശകലം മണ്ണെണ്ണ അങ്ങ് തൂത്ത് വെക്കുക. തൂത്ത് വെച്ചിട്ട് കുറച്ച് 1-2 ട്രിപ്പ് ഒരു ഇച്ചിരി ഗ്യാപ്പിട്ട് അങ്ങ് തൂത്ത് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും തുണിയിട്ടങ്ങ് തുടച്ചെടുത്താൽ മതി. പോയില്ലെങ്കിൽ പിന്നെ മണ്ണെണ്ണ തൂത്ത് വെക്കുക, എന്നിട്ട് തുടച്ചെടുക്കുക. അത് പറയും ഇത്. ഇല്ല, കഞ്ഞി കുടിച്ചില്ല. അലിക്കുട്ടിയമ്മക്ക് എടുത്തോണ്ടോ? കഞ്ഞി എടുത്തോണ്ടോ? അലിക്കുട്ടിയമ്മ നോക്കണം. ഇന്ന് തെരു നോക്കണുണ്ട്. അല്ലേ പിന്നെ ബിരിയാണിയാണോ? ബിരിയാണി വന്നതിന് വിവിനെ വന്നതിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അതപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളൂല്ലോ, പ്രാർത്ഥനയൊക്കെ ഇല്ലാതെ. വൈകിട്ട് എസുമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂല്ലോ. അല്ലെ എലിക്കുട്ടിയമ്മ ഉറങ്ങിയല്ല. തത്താരം കഴിക്കാൻ കിടക്കുന്നതുകൊണ്ടാന്നേ. അത് കഴിക്കാൻ കിടന്നിട്ട് ഇല്ല, ഞാൻ പുതപ്പിക്കാൻ വന്നപ്പോൾ എൻ്റെ പറയും ഇതൊക്കെ എടുത്തോണ്ട് എവിടെ പോകാമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ മിണ്ടാക്കി പോരും നീറ്റ് പോന്നെങ്കിലോ എന്ന് ഓർത്തു. പക്ഷേ ഏൽപ്പിച്ചൊക്കെ വരുന്നത് ചിലപ്പോൾ അങ്ങോട്ട് മാറിയാൽ മൈൻഡൊക്കെ മാറിയാനേ ചിലപ്പം മാറിയതിനേലും നമ്മൾ സംസാരിച്ചൊക്കെ മാറ്റി വരുന്നതേ. അത് ഭയങ്കര ഒച്ചത്തിലല്ലേ പ്രാർത്ഥിച്ചേ? ഇന്നലത്തെ വൈകിട്ടത്തെ കാര്യമാണ് പറഞ്ഞേ. ഉണ്ടോ അമ്മയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതാണ് അമ്മ അങ്ങോട്ട് തെരുതരം നോക്കുന്നത്, അടുക്കളയിലിട്ട് നോക്കുന്നതിൻ്റെ. സാധനം വന്നില്ല ഇതുവരെ, അതാണ് ഇത്ര നേരമായിട്ട് സാധനം കൊണ്ടുവന്നില്ല, ഭക്ഷണം കൊണ്ടുവന്നില്ല. അതിനാണ് വരാത്തതിനുള്ള ഗർവ് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കിടക്കാൻ പോവാണ്, ഇനി കിടന്നുവെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞത്. കഞ്ഞി ചൂടാക്കാൻ പറ്റിയൊക്കെ തണുപ്പല്ലേ? തണുപ്പായതുകൊണ്ട് ചൂടാക്കാൻ പറ്റിയിരിക്കുക. എടുത്തോണ്ട് വരും, ഇപ്പോൾ കൊണ്ടുവരും. തണുപ്പല്ലേ, അതുകൊണ്ട് ചൂടാക്കാൻ പറ്റിയിരിക്കുകയെന്ന്. തണുപ്പ് നമ്മുടെ ആ കുഞ്ഞുപട്ടി ചത്തുപോയമ്മേ, ജാക്കുക്കുട്ടൻ, കുഞ്ഞു ജാക്കു. തണുപ്പുണ്ട്. മഴ പെയ്യുന്നല്ലെന്ന് ആര് പറഞ്ഞത്? ഭയങ്കര മഴയല്ലേ. നമ്മുടെ കുഞ്ഞു ചാക്കുവിന് സെപ്റ്റിക് അടിച്ചതാണ്. ഒറ്റ നമുക്കറിയത്തില്ലായിരുന്നല്ലോ അങ്ങനെ ഉണ്ടാകുന്നുള്ള വിവരം. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് വീണ് പോയില്ലേ, വീണ് പോയിട്ട് ഇതായിപ്പോയി, നമ്മളറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഉണ്ടാകും. ടെറ്റനസ് ആന്നേ, അതറിയത്തില്ല പോയി. നമുക്കേതായാലും നമ്മുടെ ആടിനൊക്കെ വന്നിട്ടില്ലേ, നമ്മുടെ എത്ര ആടുകൾക്ക് വന്നിട്ടുണ്ട് അങ്ങനെ. പിന്നെയല്ലേ നമ്മൾ ആടിന് പിന്നെ നമ്മൾ തീറ്റി എടുക്കാൻ തുടങ്ങിയത്. ഇവനെ അറിയത്തില്ലായിരുന്നു, നല്ലൊരു പട്ടിയായിരുന്നു. പോയോ? അത് ശരി കഴിയുമ്പോൾ തൂത്ത് അടച്ചാൽ മതി. മണ്ണെണ്ണ മണം കുറച്ച് കഴിയുമ്പോൾ പോയിക്കോളും. അപ്പം ഉണ്ടോ വിവീന അങ്ങനെ ഫ്രിഡ്ജ് മൊബൈലിൻ്റെ മുകളിലുണ്ടായിരുന്ന പശ, സ്റ്റിക്കർ ഒട്ടിച്ചിരുന്ന പശ മണ്ണൊഴിച്ച് മണ്ണെണ്ണ തൂത്ത് കളഞ്ഞു.
പക്ഷെ എനിക്ക് ഇതിന്റെ ഇവിടെ കളർ പോയുണ്ട്. ആ കളർ എനിക്ക് അടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഒട്ടിക്കാൻ അപ്പം നമ്മുടെ ജാക്കൂട്ടൻ അതിനാ ഇതിങ്ങനെ അവന്റെ കോളേജിൽ നിന്ന് അവനിങ്ങനെ അവരെ ഇതിന് പോകത്തില്ലേ, മറ്റേ സെമിനാർ പോലെ. അപ്പൊ അവരിങ്ങനെ കുറെ സ്റ്റിക്കേഴ്സ് കൊടുക്കും. നിങ്ങളെ പിള്ളേരൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. ഈ കാണുന്നത് വലിയവരെ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ലേ? പപ്പ എങ്ങോട്ടാ പോയത്? ഏത് പപ്പാ? ഇവിടെ കണ്ടിട്ടില്ല. ഏത് പപ്പായാ? ഏത് പപ്പായാ? ഏത് പപ്പായാ? അവതക്കൊച്ചാ? അവതക്കൊച്ചൊക്കെ പള്ളി പോയി. അവതക്കൊച്ചൊക്കെ പള്ളി പോയി. പള്ളി 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 ആ പള്ളിയിലാണ്. ഇവിടെയോ? ആ അമ്മച്ചി സ്വപ്നത്തിൽ കണ്ടതായിരിക്കും അവതക്കൊച്ചിനെ. അതാണ് അമ്മച്ചി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാക്കു നല്ല സ്നേഹമായിരുന്നു. അതാ പുറപ്പെട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കുകയില്ലായിരുന്നു. ഭക്ഷണം കഴിപ്പൊക്കെ കുറവായിരുന്നു. ശകല ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. രാവിലെ ഇച്ചിരി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിപ്പൊന്നുമില്ലായിരുന്നു. പിന്നെ ആ പട്ടിയുടെ അവൻ്റെ തള്ള അതായത് 14 വയസ്സ് 14-15 വയസ്സിലൊക്കെ ആയുസുള്ളൂ. അവളെ അതാണ്ടൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന അമ്മേ. 14 വയസ്സ് വരെയല്ലല്ലോ ഇവർക്ക് ആയുസുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞ് അതിൻ്റെ അവസാനത്തെ കുഞ്ഞായിരുന്നു. അതുണ്ടായതുകൊണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ തള്ള ചത്തുപോയതാണേ. അപ്പോൾ അതുകൊണ്ട് ഇവന് കണ്ണിനൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പുറകെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവനെ പുറകിലെ കൂട്ടി കടന്നുകൊണ്ടിരുന്നപ്പം ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവന് നമ്മളെ ആളറിയാതെ കുരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പട്ടിക്കൂട്ടനായിരുന്നു അവൻ. പക്ഷെ അവൻ്റെ ജാഗ്രതയും സൂക്ഷ്മതയും ഭയങ്കരമായിരുന്നു. അതിലടച്ചോ? വിവാഹം വാതിലടച്ച കാര്യമാണ് പറഞ്ഞത്. അപ്പം അവൻ്റെ കുഞ്ഞു ചാക്കുവിൻ്റെ സൂക്ഷ്മത ഭയങ്കരമായിരുന്നു. അവൻ ഇവിടെ മുറ്റത്ത് എവിടെയെങ്കിലും ചെറിയ മിറ്റിലിറങ്ങിയാൽ കുരയ്ക്കുമായിരുന്നു. പുള്ളിക്കാരത്തി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി. ഇപ്പോഴത്തെ പിള്ളേരെ പാഷൻ പരിപാടിയൊക്കെ. പാഷൻ എലിക്കുട്ടിയമ്മ പാഷൻ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ നമ്മുടെ കുഞ്ഞു ചാക്കു ഇവിടെ പറഞ്ഞു. പിന്നെ അവനെ കൊണ്ട് ആകപ്പാടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു പറഞ്ഞാൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ശബ്ദം ഇവിടുന്ന് പോകുന്നോടം വരെ കിടന്ന് കുരയ്ക്കുമായിരുന്നു. പോകുന്നവരെ കുരയ്ക്കുമായിരുന്നു. അത് മാത്രമേ ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. ചോറ് കണ്ടൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും കൈകിട്ട് വന്ന് തോണ്ടി സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നു. എന്തായാലും ടെറ്റനസ് ആയിരുന്നു. പെട്ടെന്ന് അപ്രത്യക്ഷമായി ആൾ പോയി. ഇനിയിപ്പം വലിയ ചാക്കേ ഉള്ളൂ. പുറകിലെ കാവൽക്കാരൻ പോയി. എലിക്കുട്ടിയമ്മ നോക്കിയിരുന്ന മടുക്കുന്നത്. എലിക്കുട്ടിയമ്മ അതൊക്കെ രാവിലെ കണ്ട് കഴിച്ചൊക്കെയല്ലേ. പൂട്ടും പഴവും ഒക്കെ ആയിട്ട് നിന്നതാണ്. ഇപ്പം എലിക്കുട്ടിയമ്മയുടെ അത്താഴം നോക്കി എലിക്കുട്ടിയമ്മ വീട്ടിൽ ചെയ്യണം. വിശക്കെന്നുള്ളതുകൊണ്ട് എലിക്കുട്ടിയമ്മ നോക്കിയിരിക്കുന്നു. ഇല്ലേ പിള്ളേരൊക്കെ കഴിച്ചോ? അവർക്കുള്ളൂ. ഞാനെപ്പോഴും 7 മണിക്ക് കഴിക്കും. എനിക്ക് ലേറ്റ് കഴിക്കാൻ ഇഷ്ടമല്ല. അവൾ 7 മണിയാകുമ്പോഴേ കഴിക്കും. കോളേജിൽ കഴിക്കുന്ന അറിയാവോ? അതൊക്കെ ശരിയാ. എല്ലാം പോയി ചെക്കപ്പൊക്കെ ചെയ്യും. ഇനി കൈ കഴുകാൻ പോവും. കൈ കഴുകുന്നില്ലേ കൈ കഴുകുന്നില്ലേ ഇന്ന്? അലുത്തോ? എല്ലാം അലുത്തുന്നേടോ. ഞാൻ നീ കോഴി ചിക്കിയിട്ടിട്ടല്ലേ? ഇടയ്ക്ക് സർലാസ് വെച്ചിരുന്ന പാത്രമൊക്കെ പൊക്കി നോക്കി. കൈകിട്ട് വാ, ഒന്ന് കഴിക്കേ, തണുത്ത് പോവും. തണുക്കുന്നതിന് പോന്ന് കഴിക്കേ. മേലിക്കുട്ടി ആലോചിച്ചാണ് വരുന്നത്. കഴിക്കണോ വേണ്ടിയോ ഒന്ന് കഴിക്കേ. കഴിക്കാനേ വന്നിരുന്നത്. തണുത്ത് പോകുന്നേ. ആ തണുത്ത് പോകും. ചൂടാക്കിയതല്ലേ ഇത്? തണുത്ത് പോകും. വന്നിരുന്ന് കഴിക്കേ. എന്നിട്ട് തണുപ്പ് ചൂടില്ലെന്ന് പറയുന്നുണ്ട്. കഞ്ഞിയില്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറയുമെന്ന് അറിയത്തില്ല.
ലിക്വിഡമ്മയുടെ വർത്തമാനങ്ങൾ നമുക്കൊന്ന് നോക്കാം എന്നൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. ഒന്നും ചവയ്ക്കാൻ പറ്റില്ല. അതിനാ അത് പീസാക്കി ഇട്ടിരിക്കുന്നതാണല്ലോ, നല്ല ഇറച്ചി കഷ്ണം. അത് കേല നല്ല ഇറച്ചി കഷ്ണമാണല്ലോ മാറ്റിയിട്ടിരിക്കുന്നത് അമ്മയ്ക്ക് തന്നിരിക്കുന്നത്. ആ അല്ല അമ്മ വലിയ പീസ് എന്തോ എടുത്ത് ചോദിച്ചു, വലിയ പീസ് എന്തോ എടുത്ത് ചവച്ചു, എന്നിട്ട് കഴിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ്. പല്ലില്ലാത്ത പല്ലിന്നാൾ പറിച്ച ഭാഗത്ത് വല്ലതും വെച്ചായിരിക്കും കഴിച്ചത്, അതായിരിക്കും. കരിയേപ്പിലൊക്കെ പെറുക്കി താവോട്ട് പഴയതുപോലെ എറിയുന്നുണ്ട്. കഞ്ഞിയല്ലാത്തതുകൊണ്ട് അത്ര ബോധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അമ്മ സാധാരണ കഞ്ഞിയുടെ ആളാണല്ലോ. അതുപോലെ നല്ല വിശപ്പുണ്ടായി നാളെ കഴിച്ച പോലെ കഴിക്കുള്ളൂ. നാളെ ഇതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ഉണ്ടാക്കി വെച്ചിരുന്നത്. രാത്രി ഇവിടെ ഇല്ലല്ലേ? രാത്രി ഇവിടെ ഇല്ലല്ലേ? ഇവിടുത്തെ ഉള്ള ചാച്ചന് ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഉള്ള ചാച്ചന് ഇവിടെ നിൽപ്പുണ്ട്. ഈ ഒരു ചാച്ചനെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഈ ഒരു ചാച്ചനെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഏത് ചാച്ചനാ നീ? അവതൊക്കൊച്ചാണോ? അവതൊക്കൊച്ചൊന്നും മരിയല. നമ്മ ഇരുന്ന് കഴിക്കട്ടെ അല്ലേ. ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.